ഒരു മാസത്തോളം നീണ്ടുന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പാലക്കാട്ടെ പോളിംഗ് ശതമാനം 70.51. ഇത് എന്തായാലും മുന്നണികളെയൊക്കെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 2021 73.71% പോളിംഗ്. BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ഉയർന്നത് BJPക്ക് പ്രതീക്ഷ നൽകുന്നതിലും കുറഞ്ഞത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും ഒരു കണക്കുകൂട്ടൽ. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു പകൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി കണക്കുകൂട്ടലുകളുടെ ഒരു സമയമാണ്. എന്തായാലും ആ പ്രചരണാവേശം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പിന്നിടുമ്പോൾ മുന്നണികൾക്ക് ഒക്കെ ആരുടെയൊക്കെ പ്രതീക്ഷയാണ് വാനോളം എത്തി നിൽക്കുന്നത്? സ്വപ്ന, കണക്കൂട്ടലുകൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട ഒരു സമയമാണ്. അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഇന്നലെ രാത്രി മുന്നണി നേതാക്കൾ. ഇന്ന് രാവിലെയും അവർ ആ കണക്കൂട്ടലിന് ശേഷം മാധ്യമങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന ദിവസമാണ്. എന്തായാലും പ്രചരണത്തിൻ്റെ കോലാഹലമെല്ലാം കഴിഞ്ഞ് ഇന്നലെ വോട്ടെടുപ്പിൻ്റെ ആ ഒരു ബഹളവും ഒക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു സംവിധാനം കഴിഞ്ഞപ്പോൾ ഇനി പ്രതീക്ഷയുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പ്രധാനമായും പോളിംഗ് ശതമാനത്തിലെ കുറവ് ആണ് മുന്നണികളെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം നഗരസഭയിൽ പക്ഷേ BJPക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും 6% വോട്ട് നഗരസഭയിൽ കൂടിയിട്ടുണ്ട്. അതായത് 65% പോളിംഗ് നഗരസഭയിൽ 70%-ലധികം വന്നത് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. കാരണം BJPയുടെ ശക്തി കേന്ദ്രമാണ് നഗരസഭ. എന്നാൽ പിരാരി പഞ്ചായത്തിലും ഉണ്ടായ ഒരു കുറവ്, അവിടെ 6% കുറവാണ്. ഇപ്പോൾ അവസാനത്തെ കണക്കുകൾ ലഭിക്കുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ കണക്കനുസരിച്ച് 7% കുറവുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ആ കണക്കിൽ നിന്ന് അല്പം കൂടി വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു 5-6% കുറവ് എന്തായാലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ആ കുറവ് സംഭവിച്ചത് UDFിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ട്. ഇത് തന്നെയാണ് കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പിരാരിയുടെ അത്രയും കുറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെയും ഒരു 3% കുറവ് വന്നിട്ടുണ്ട്. അവിടെയും UDFിനും CPMനും ഒരുപോലെ ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ BJPക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകിയ നഗരസഭയായ പാലക്കാട് നഗരസഭയിൽ ശ്രീധരന് 6296, അതായത് 6300 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇത്തവണ ഇവിടെ ഒരു 5% വോട്ട് കൂടി കൂടുമ്പോൾ BJPക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട് ഇവിടെ. പക്ഷേ എന്തു തന്നെയായാലും കോൺഗ്രസ് പ്രതീക്ഷ കൈവിടുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന 15000-നടുത്ത് ഭൂരിപക്ഷം ഉള്ളതൊക്കെ മാറ്റി 5000-നടുത്ത് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംഭാഷണങ്ങളിൽ പങ്കുവെക്കുന്നത്. പക്ഷേ പുറത്ത് 10000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴും വരെ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിലും കൈവിടുന്നില്ല. BJP നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ BJPക്ക് നമുക്ക് വോട്ട് എണ്ണി കഴിയുമ്പോൾ നഗരസഭയിലെ വോട്ട് ഒരു 7000-8000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടെങ്കിൽ BJPക്ക് വിജയപ്രതീക്ഷ നിലനിർത്തി ഉറപ്പിക്കാനാവും. പക്ഷേ അതിൽ താഴെ ലീഡ് വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ BJP ലീഡ് ചെയ്യുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാൽ പോലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങുമ്പോഴേക്കും ആ ലീഡ് നില കുറയുന്നൊരു സാഹചര്യമായിരിക്കും എണ്ണൽ ദിവസം നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും BJPക്ക് നഗരകേന്ദ്രങ്ങളിൽ ലീഡ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ലീഡ് എത്ര നേരം നിലനിർത്താൻ കഴിയും, എത്ര കടക്കും? ഒരു 8000 വോട്ടിൻ്റെ ലീഡ് നഗരസഭയിൽ BJP സ്ഥാപിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ BJPക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. നല്ല മത്സരമാണ് നടന്നിരിക്കുന്നത്. BJPയും കോൺഗ്രസും മുഖാമുഖം മത്സരിക്കുന്നു. ഇതിനിടയിലും അപ്രതീക്ഷിത ട്വിസ്റ്റുണ്ടായി എത്താൻ സരിൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഈ കണക്കുകൂട്ടലൊക്കെ നടക്കുമ്പോഴും പറയുന്നുണ്ട്. എന്തായാലും കണക്കുകൂട്ടൽ പോളിംഗ് ശതമാനമെല്ലാം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ, ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെയും വോട്ടർമാരെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറ്റം, ഇതൊക്കെ ഒരു പരിധിവരെയെങ്കിലും വോട്ടർമാരെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ടോ? വോട്ടർമാർ ഇന്നലെ സംസാരിച്ച വോട്ടർമാരാരും തന്നെ വിവാദങ്ങളെ തുടർന്ന് തങ്ങളുടെ വോട്ടുകൾ മാറുകയോ ഒന്നും ചെയ്തതായി പറഞ്ഞില്ല. അവരെല്ലാവരും പറഞ്ഞ വിവാദങ്ങൾ ഒരു വഴി കിടക്കും, തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ മാറി നിന്നത് ഒരുപക്ഷെ ഈ ഇതിനോട് നിസ്സംഗ മനോഭാവമായിട്ട് കണ്ണാടി പഞ്ചായത്തിൽ ഈ പറഞ്ഞ പിരാരിയിലും കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലുമൊക്കെ ഒരുപക്ഷെ ആളുകൾ ഇത്തരത്തിലെ ഇതുകൊണ്ട് മാറി നിന്നിരിക്കാം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവർ പറയുന്നത്, പോളിംഗ് ശതമാനം നഗരകേന്ദ്രങ്ങളിൽ കൂടിയെങ്കിലും നോട്ടയ്ക്ക് വോട്ട് കൂടുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതികരണം. കാരണം BJPക്കാർ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ നോട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുക എന്നാണ് ഇപ്പോൾ അവർ ആശ്വാസം കൊള്ളുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളുണ്ട്. ഇന്നലെ പോലും ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല. കാരണം VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ തടയുമെന്നൊരു കാര്യം പറഞ്ഞ് സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നഗരസഭാ പരിധിയിൽ വോട്ടുണ്ടായിരുന്നു. BJPയുടെ അധ്യക്ഷന് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയില്ല. 6 മാസമായി അദ്ദേഹം BJP ഓഫീസിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വോട്ട് ചേർത്തതെന്നുള്ള വിവാദങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരട്ട വോട്ടുകാർ
അധികം വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ളൊരു കണക്കുണ്ട്. അതും പോളിംഗ് ശതമാനം കുറയാൻ ഒരു കാരണമായിട്ടുണ്ട്. എന്തായാലും ആത്മവിശ്വാസം എല്ലാവരും തന്നെ തങ്ങളുടെ മനസ്സിൽ ആരൊക്കെ പ്രതിഷ്ഠിച്ചു എന്നറിയാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്.